ആറ്റിങ്ങൽ കൊലക്കേസിൽ പ്രതികളായ അനുശാന്തിയും നിനോ മാത്യുവും കുറ്റക്കാരാണെന്ന് കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേരുകയാണ്. സുനിൽ, പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. നാടുകൾ അടക്കിയ ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട നിനോ മാത്യുവും അനുശാന്തിയും കുറ്റക്കാരാണ് എന്നാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞത്. നിനോ മാത്യു ഒന്നാം പ്രതിയും അനുശാന്തി ഈ കേസിൽ രണ്ടാം പ്രതിയാണ്. അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനെയും ലിജീഷിന്റെ അമ്മ ഓമന, അതോടൊപ്പം തന്നെ അനുശാന്തിയുടെ ലിജീഷിന്റെ മകൾ 4 വയസ്സുള്ള മകൾ സ്വാസ്തികയുമാണ് കൊലപ്പെടുത്തി. രണ്ടുപേരാണ് മരണമടഞ്ഞത്. അതിൽ ലിജീഷ് ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ വധശ്രമം, അതോടൊപ്പം തന്നെ ഗൂഢാലോചന, മോഷണം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഒക്കെ ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജി വി ഷസ്തി രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ പറഞ്ഞത്. ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ തെളിവുകളുമായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ നിരത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 2 പ്രതികളും കുറ്റക്കാരാണ്. സ്വന്തം താല്പര്യത്തിനും സുഖത്തിനും വേണ്ടി കൊലപാതകവും നിഷ്ഠൂരമായിട്ടുള്ള കൊല നടത്തിയെന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഇരുവരുടെയും വാദം കേൾക്കുന്നതിന് വേണ്ടി കോടതി കേസ് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പരിഗണിക്കും. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ കോടതി നാളെ വിധിക്കും. തൃശൂർ പൂരം നടത്താൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ. കോടതി വിധിക്ക് അനുസൃതമായി ഭംഗിയായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അടുത്ത വർഷം മുതൽ ശബ്ദം കുറച്ച് വണ്ണം കൂട്ടിയുള്ള വെടിക്കെട്ട് നടത്തുന്നതിനെപ്പറ്റി ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ദേവസ്വങ്ങളും വ്യക്തമാക്കി. പൂരത്തിന് ഇളവുകൾ ലഭ്യമാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളോടെ പൂരം നടത്താൻ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായി കോടതി വിധികൾക്കും നിയമങ്ങൾക്കും സുരക്ഷാ നിയന്ത്രണങ്ങൾക്കും വിധേയമായി നടത്താനായിട്ട് തീരുമാനമെടുത്തു. അതിനോട് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. ആന എഴുന്നള്ളിപ്പിലും നിയമങ്ങൾ പാലിക്കാൻ ദേവസ്വം ഭാരവാഹികൾ ധാരണയിലെത്തി. അടുത്ത വർഷം മുതൽ ശബ്ദ തീവ്രത കുറച്ച് വെടിക്കെട്ട് നവീന രീതിയിലാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചു. ഒരു വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിക്കുന്ന ചില നിയമങ്ങൾ പരിപാലിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണ്. കേരളത്തിലൊട്ടാകെ ലോകത്തെമ്പാടും നടക്കുന്ന വെടിക്കെട്ടുകളുണ്ട്. ലേസർ ഫയർവർക്സ് ആണ്, വർണ്ണപ്പൊലിമയോടുകൂടി നടത്തുന്നതാണ്. ആ തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഇക്കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കോടതിയും സർക്കാരും നിർദ്ദേശിച്ച നിയമങ്ങൾ കർശനമായി പാലിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉറപ്പു നൽകി. ഈ 2 ദേവസ്വങ്ങളും തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ ഇവിടുത്തെ റവന്യൂ അധികാരികളോടും പോലീസ് അധികാരികളോടും ഒക്കെ വളരെയധികം സഹകരിച്ച് ഒരു പാരസ്പര്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരാറുള്ളത്. ആ പ്രവർത്തനം ഞങ്ങൾ ഇനിയും തുടരും. പറവൂർ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ദിവസങ്ങളും 5 ലക്ഷം രൂപ കൈമാറി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കി പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തിയാണ് ഉദ്യോഗസ്ഥർ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പോലീസിനെ രക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമത്തിനെതിരെ ആഭ്യന്തര സെക്രട്ടറി നളിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന തന്റെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി DGPയുടെ പരിഗണനയ്ക്ക് അയച്ചതാണ് പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. വെടിക്കെട്ട് നടത്തരുതെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയുടെ റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ്, ചാത്തന്നൂർ ACP, പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവർക്കെതിരെ നടപടി ശുപാർശ ചെയ്തായിരുന്നു നളിനി നെറ്റോ ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ അപകടം ഉണ്ടാകാനിടയുണ്ടെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതായും ഏപ്രിൽ 8-ന് കളക്ടർ നൽകിയ നിരോധന ഉത്തരവ് പാലിച്ചില്ലെന്നും വെടിക്കെട്ട് നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കിയ ശേഷവും സിറ്റി പോലീസ് കമ്മീഷണറും ACPയും CIയും ക്ഷേത്രഭാരവാഹികളും അപകടം നടന്ന ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും നളിനി നെറ്റോ തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വെടിക്കെട്ട് തുടങ്ങുമ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിയമം നടപ്പാക്കുന്നതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ശുപാർശ. എന്നാൽ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് മറികടന്ന് ആഭ്യന്തരമന്ത്രി DGPയുടെ റിപ്പോർട്ട് തേടി. ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ പദവിയിൽ താഴെയുള്ള DGPയോട് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയതിലുള്ള അതൃപ്തി നളിനി നെറ്റോ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പോലീസിനെതിരെ നടപടിയെടുത്താൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെ വിലയിരുത്തുന്നതുകൊണ്ട്
ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വ്യക്തം. അതേസമയം DGPയോട് റിപ്പോർട്ട് തേടിയതിൽ അപാകതയില്ലെന്നും നളിനി നെറ്റോ തന്നോട് അതൃപ്തിയൊന്നും അറിയിച്ചിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവിയുടെ അഭിപ്രായം തേടിയെന്നുള്ളതിൽ ഒരു അപാകതയുമില്ല. അങ്ങനെ സാധാരണഗതി ചെയ്യാറുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നോടൊരു അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നിയമ സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ വെടിക്കെട്ട് അപകടമുണ്ടായ ദിവസം പ്രധാനമന്ത്രി വരുന്നതിനെ എതിർത്തിരുന്നുവെന്ന് DGP സെൻകുമാർ. രക്ഷാപ്രവർത്തനത്തിനിടെ സുരക്ഷ ഒരുക്കാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനത്തെ എതിർത്തതെന്നും സെൻകുമാർ പറഞ്ഞു. യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും DGP ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. വെടിക്കെട്ട് അപകടമുണ്ടായി 12 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാലാണ് അടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG ബന്ധപ്പെട്ടപ്പോൾ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അറിയിച്ചു. എന്നാൽ പ്രധാനമന്ത്രി വരുമെന്നുറപ്പായതോടെ മറ്റു പോംവഴികൾ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും ആവശ്യമായ സുരക്ഷ ഒരുക്കിയെന്നും DGP സെൻകുമാർ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് DGP സെൻകുമാർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി അന്നേ ദിവസം തന്നെ സന്ദർശനം നടത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി എന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. ആദ്യമായാണ് സംസ്ഥാനത്തെ പോലീസ് തലവൻ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യം തുറന്നു പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പരവൂർ വെടിക്കെട്ട് അപകടത്തിന് ശേഷം തിരുവനന്തപുരം നാവായിക്കുളം പട്ടികജാതി കോളനിയിലെ അനിലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കിട്ടിയത് 2 ദിവസത്തിന് ശേഷം. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വെടിക്കെട്ട് അപകടത്തിന് ശേഷം തന്റെ മകനെ പലരും കണ്ടു എന്ന വാർത്തയാണ് പൊന്നമ്മയ്ക്ക് സമാധാനം നൽകിയത്. എന്നാൽ മകൻ വീട്ടിലെത്താൻ വൈകിയതോടെ മകനെ തിരക്കി ആശുപത്രികളിലെത്തി. ഒടുവിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മകന്റെ മൃതദേഹം മോർച്ചറിയിൽ കണ്ടത്. ഇതിനിടയിൽ 2 കൂട്ടർ ഈ മൃതദേഹവുമായി വീട്ടിൽ പോകുകയും പിന്നീട് മരണപ്പെട്ടു എന്ന് കരുതിയ വ്യക്തികൾ വീട്ടിലെത്തിയപ്പോൾ മൃതദേഹം മാറിപ്പോയതറിഞ്ഞ് തിരിച്ചു നൽകുകയുമായിരുന്നു. ഇങ്ങനെയുണ്ടായ കാലതാമസമാണ് അനിലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് നൽകാൻ വൈകിയതെന്നാണ് അധികാരികൾ പറയുന്നത്. 3 അവകാശികളോളം വന്നു. ആദ്യ ദിവസം വേറെ കൊണ്ട് അവിടെ ചെന്നപ്പോഴേ അവർക്ക് മനസ്സിലായി അവരുടെ ബോഡി അല്ലെന്ന്. അവർ തിരിച്ച് അപ്പോഴേ കൊണ്ടുവന്ന് ആ ടൈം അതിനകത്തുണ്ട്. ഇന്നലെ മുതൽ അവർ രാവിലെ മുതൽ ഇട്ടോട്ട് ഓടെയാണ്. അവരെന്ന് വെച്ചാൽ പാവങ്ങളാണ്. അവർക്ക് എന്തുമാത്രം പണച്ചെലവുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്ത് സംഭവിച്ചോന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കഴിയണത്. പറക്കമുറ്റാത്ത 2 കുട്ടികളടങ്ങുന്ന കുടുംബമാണ് വെടിക്കെട്ട് അപകടത്തോടെ തകർന്നത്. കൂലിപ്പണിക്കാരനായ അനിലിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഇതിനായി പഞ്ചായത്തിന്റെയും മറ്റും സഹായത്തോടെ വീടിന്റെ പണി പാതി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഏക ആശ്രയം നഷ്ടപ്പെട്ടതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഈ കുടുംബത്തിന്റെ മുന്നിലുള്ളത്. ക്യാമറാമാൻ സജീവിനൊപ്പം ഷജഹാൻ. അബ്രാഹ്മണരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. നടപടിക്കെതിരെ ശിവഗിരി മഠം രംഗത്തെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ശിവഗിരി മഠം പരാതി നൽകും. ജാതി വിവേചനം അംഗീകരിക്കാനാകില്ലെന്നും സ്വാമി ഋദംബരാനന്ദ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലേക്കുള്ള ശാന്തി നിയമനത്തിനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലാണ് ശിവഗിരി മഠത്തിന്റെ സർട്ടിഫിക്കറ്റുകളെ അവഗണിച്ചത്. അപേക്ഷകർക്കുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ ബോർഡ് അംഗീകരിച്ച സ്ഥാപനങ്ങളുടെയോ തന്ത്രിമാരുടെയോ ലിസ്റ്റിൽ ശിവഗിരി മഠത്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ ശിവഗിരി മഠത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ദേവസ്വം ബോർഡ് ശാന്തി നിയമനം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ യോഗ്യത ഉണ്ടായിട്ടും ജാതിയുടെ പേരിൽ അബ്രാഹ്മണരെ ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ പറഞ്ഞു. ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ പൊതുവിലുള്ള സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ അബ്രാഹ്മണരായ ആളുകൾ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരോ പട്ടികജാതി വർഗ്ഗങ്ങളിൽപ്പെട്ടവരോ ആരും അതിൽ കാര്യമായിട്ട് ഒന്നും വരുന്നില്ല. അബ്രാഹ്മണരായ ആളുകളെ പലരെയും ഒഴിവാക്കുന്ന, എല്ലാവരെയും കൂട്ടത്തോടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. യോഗ്യതയുള്ള ഒരുപാട് തന്ത്രിമാരുണ്ട്. ക്ഷേത്രങ്ങളെ ഒരു വിഭാഗത്തിന്റെ കുത്തകയാക്കാനുള്ള സങ്കുചിത നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനെ ഒരു വിഭാഗക്കാർക്ക് മാത്രം ചൂഷണം ചെയ്യാനും അവർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രമായി അവരുടെ ഒരു കുത്തകയാക്കി വയ്ക്കാനും നിൽക്കുന്നത് ഒരിക്കലും സാമൂഹ്യ നീതിക്ക് നിരക്കുന്നതല്ല. ഇത് 21-ാം നൂറ്റാണ്ടാണ്. പരിഷ്കൃത സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അംഗീകാരമുള്ളവരുടെ പുതിയ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും അതുവരെ നിയമന നടപടികൾ നിർത്തിവെക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നും ഋദംബരാനന്ദ വ്യക്തമാക്കി. അതേസമയം സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അംഗീകാരത്തിനായി ശിവഗിരി മഠം അപേക്ഷ സമർപ്പിച്ചിരുന്നില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.
ചികിത്സയും പരിശോധനയും മരുന്നും പൂർണ്ണമായും സൗജന്യമായി നൽകി ദില്ലിയിലെ ഖലികളിൽ ഹിറ്റാവുകയാണ് ആം ആദ്മി സർക്കാരിന്റെ മൊഹല്ല ക്ലിനിക്. ചെറിയ അസുഖങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആശുപത്രിയിൽ എത്തേണ്ട സാഹചര്യം ഇതോടെ ഗ്രാമീണർക്ക് ഒഴിവായി. ആധുനിക സംവിധാനങ്ങളും സൗജന്യ ചികിത്സയും വന്നതോടെ ദിവസവും ക്ലിനിക്കിന് മുന്നിൽ നീണ്ട ക്യൂ ആണ്. ചെറുതും വൃത്തിയും സൗകര്യങ്ങളോടും കൂടിയുള്ള ക്ലിനിക്ക്, അതും ലാബ് ടെസ്റ്റുകളടക്കം ചികിത്സയും പരിശോധനയും മരുന്നും പൂർണ്ണമായി സൗജന്യമായി നൽകി. ഇതാണ് ആം ആദ്മി സർക്കാരിന്റെ പുതിയ ആരോഗ്യ പദ്ധതിയായ മൊഹല്ല ക്ലിനിക്ക്. വാഹന സൗകര്യങ്ങൾ പോലും പരിമിതമുള്ള 21 സ്ഥലങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മൊഹല്ല ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇതോടെ ചെറിയ അസുഖങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആശുപത്രിയിലെത്തേണ്ട സാഹചര്യം ഗ്രാമീണർക്ക് ഒഴിവായി. സർക്കാർ ആശുപത്രികളിലെ തിരക്കും സ്വകാര്യ ആശുപത്രികളിലെ ചൂഷണവും കുറയ്ക്കാൻ പുതിയ പദ്ധതി വഴിവെക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ദിവസവും ശരാശരി 70ഓളം രോഗികൾ എത്താറുണ്ടെന്ന് ഡോക്ടർ രഞ്ജന പറഞ്ഞു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പരിശോധനാ സമയം. എങ്കിലും തിരക്ക് കൂടുമ്പോൾ പരിശോധനാ സമയവും നീട്ടാറുണ്ടെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. ആശാ വർക്കർമാരാണ് സഹായത്തിനായി ഉള്ളത്. മികച്ച സേവനമാണ് ലഭിക്കുന്നതെന്നും ടെസ്റ്റിനായി ഒരു പൈസ പോലും ചെലവാക്കേണ്ടതില്ലെന്നും രോഗികൾ പ്രതികരിച്ചു. മുൻ വർഷത്തേക്കാൾ 10% അധിക തുകയാണ് ദില്ലി സർക്കാർ ബജറ്റിൽ വകയിരുത്തിയത്. ഇത്തരത്തിൽ 1000 മൊഹല്ല ക്ലിനിക്കുകൾ കൂടി തുടങ്ങാനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ ആം ആദ്മി സർക്കാർ തുടങ്ങിവെച്ച ഈ പുതിയ സംരംഭം കേരളത്തിലടക്കം സർക്കാർ ആശുപത്രികളിലെ തിരക്കിനും സ്വകാര്യ ആശുപത്രികളിലെ ചൂഷണത്തിനും തടയിടുന്നതിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദില്ലിയിലെ മൊഹല്ല ക്ലിനിക്കിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. വിദേശയാത്രയുടെയും ചികിത്സയുടെയും പേരിൽ സംസ്ഥാന മന്ത്രിമാർ പൊടിച്ചത് 7 കോടിയോളം രൂപ. വിദേശയാത്രയിൽ MK മുനീറും സ്വദേശയാത്രയിൽ K ബാബുവുമാണ് ഏറ്റവും കൂടുതൽ യാത്രാബത്ത കൈപ്പറ്റിയിരിക്കുന്നത്. ഈ സർക്കാർ അധികാരമേറ്റത് മുതൽ കഴിഞ്ഞ ജനുവരി വരെയുള്ള കാലയളവിൽ മന്ത്രിമാർ നടത്തിയ വിദേശയാത്രയുടെയും ചികിത്സാ ചെലവിന്റെയും കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. വിദേശയാത്രയിൽ യാത്രാബത്ത ഇനത്തിൽ 5,62,73,122 രൂപയും, വിമാന ടിക്കറ്റ് ചാർജ് വകയിൽ 42,13,817 താമസത്തിനായി 3,37,164 രൂപയുമടക്കം ആകെ 6,08,24,103 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തുമുള്ള ചികിത്സയുടെ പേരിൽ 87,75,433 രൂപയും ചെലവഴിച്ചു. വിദേശയാത്രയിൽ കൂടുതൽ തുക ചെലവഴിച്ചത് മന്ത്രി MK മുനീറാണ്. 43,75,852 രൂപ. തൊട്ടുപിറകിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശുമാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പലരും സഞ്ചരിച്ച രാജ്യങ്ങൾ നൽകാത്തതിനൊപ്പം എന്ത് രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്നും വ്യക്തമാക്കിയിട്ടില്ല. ചികിത്സയ്ക്കായി കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളതും MK മുനീറാണ് എന്ന് പൊതുപ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഇന്ത്യക്കകത്ത് സഞ്ചരിച്ചതിന്റെ പേരിൽ കൈപ്പറ്റിയ യാത്രാബത്ത 4,62,32,639 രൂപയുമാണ്. ഇക്കൂട്ടത്തിൽ 1,82,46,114 രൂപ കൈപ്പറ്റിയ K ബാബുവാണ് ഒന്നാം സ്ഥാനത്ത്. ശമ്പളമായി 5,05,44,147 രൂപ മന്ത്രിമാർ കൈപ്പറ്റിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായുള്ള 2ാം ഘട്ട വാഹന നിയന്ത്രണത്തിന് മികച്ച പ്രതികരണം. രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന ഒറ്റ ഇരട്ടയാക്ക വാഹന നിയന്ത്രണം ദില്ലിയിലെ നിരത്തുകളിൽ തിരക്ക് വളരെയധികം കുറച്ചു. എന്നാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യ തലസ്ഥാനത്തെത്തിയ വാഹനയാത്രക്കാർ കുടുങ്ങി. നിയന്ത്രണം ലംഘിക്കുന്നവർക്ക് 2000 രൂപയാണ് പിഴ. മികച്ച പ്രതികരണം ലഭിച്ചു തുടങ്ങിയതോടെ എല്ലാ മാസവും 15 ദിവസം നിയന്ത്രണം നടപ്പിലാക്കാനുള്ള നടപടി സർക്കാർ ആരംഭിച്ചു. ഈ മാസം 30 വരെയാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായുള്ള 2ാം ഘട്ട ഒറ്റ ഇരട്ടയക്ക വാഹന നിയന്ത്രണം. ജനുവരിയിൽ നടപ്പാക്കിയ ആദ്യഘട്ടം പരീക്ഷണമായിരുന്നെങ്കിൽ 2ാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതായാണ് സർക്കാർ കാണുന്നത്. ഇത്തവണ അവധി ദിവസങ്ങളിലും നിയന്ത്രണം ബാധകമാണ്. CNG വാഹനങ്ങൾ, സ്ത്രീകൾ യാത്രക്കാരായ വാഹനങ്ങൾ, VIP വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമെ സ്കൂൾ യൂണിഫോമിലുള്ള വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. ദില്ലിയിലെ നിരത്തുകളിൽ തിരക്കും വളരെയധികം കുറഞ്ഞു. ദില്ലിയിലെ ഏറ്റവും തിരക്കേറിയ ITO ജംഗ്ഷനാണിത്. വാഹന പെരുപ്പം കൊണ്ട് നിയന്ത്രണാതീതമായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വാഹന തിരക്ക് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഒറ്റയിരട്ട വാഹന നിയന്ത്രണത്തിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. ഒറ്റയിരട്ട വാഹന നിയന്ത്രണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 5000 കണക്കിന് വോളണ്ടിയർമാരാണ് ഇതുപോലെ വിവിധ സിഗ്നലുകളിൽ നിൽക്കുന്നത്. മികച്ച പ്രതികരണമാണ് യാത്രക്കാരുടെ ഭാഗത്തും. It's fantabulous. The crowd is completely come down. The traffic has come down. It is very, very good. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും അത്യാവശ്യത്തിന് ദില്ലിയിലെത്തിയവർ കുടുങ്ങി. ഒറ്റയക്ക വാഹന നിയന്ത്രണം ഉണ്ടായിരുന്ന ഇന്ന് ഇരട്ടയക്ക വാഹനവുമായി എത്തിയ ഗുജറാത്തുകാരനെ ട്രാഫിക് പോലീസ് കൈയോടെ പിടികൂടി.
2000 രൂപ പിഴ. എങ്കിലും രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഒറ്റയിരട്ട വാഹന നിയന്ത്രണം മികച്ചത് തന്നെയെന്ന് ജനങ്ങൾ പറയുന്നു. Good experience and experiment for the Delhi's people. Let's continue it. പൊതുഗതാഗത സംവിധാനത്തിലെ അപര്യാപ്തതയാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. 21 വർഷമായി കിടപ്പിലായ തിരുവനന്തപുരം സ്വദേശി ബിജു സുമനസുകളുടെ സഹായം തേടുന്നു. മരത്തിൽ നിന്നും വീണ ബിജുവിന്റെ അരയ്ക്ക് താഴെ തളർന്ന അവസ്ഥയിലാണ്. രോഗിയായ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ദുരന്തത്തിലാണ് ഈ കുടുംബം. അരയ്ക്ക് താഴേക്ക് തളർന്ന ബിജു 21 വർഷമായി ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തളർന്ന അവസ്ഥയിലാണ്. 19 വയസ്സുള്ളപ്പോഴാണ് ബിജു പുളിമരത്തിൽ നിന്നും വീണത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളവർ മരിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടക്കി. തുടർന്ന് കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയാണ് ബിജുവിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. തുടർന്ന് തൊടയലിൽ 2 ഓപ്പറേഷനുകൾ ചെയ്തു. എന്നാൽ എഴുന്നേറ്റിരിക്കാൻ പോലും കഴിഞ്ഞില്ല. ദുരിത ജീവിതം 15 വർഷം പിന്നിട്ടപ്പോൾ തെല്ലൊരാശ്വാസമായി ബീന ബിജുവിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. ഭർത്താവ് മരിച്ച ബീന 3.5 വയസ്സുള്ള മകനുമായാണ് ബിജുവിനെ പരിചരിക്കാനായി എത്തിയത്. എന്നാൽ അവിടെയും വിധി തിരിച്ചടിയായി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോയി ബിജുവിനെ പരിചരിക്കാൻ പോലുമാകാത്ത അവസ്ഥയാണ് ബീനയുടേത്. അടുത്തുള്ള പള്ളിയിലെയും പ്രദേശവാസികളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നതെന്ന് ബിജു പറയുന്നു. ഈയിടയ്ക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് നട്ടലൊരു അവിടെ പൊട്ടി അവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ എൻ്റെ ഈ പ്ലാസ്റ്റിക് സർജറി ഭാഗത്തൊരു സർജറി ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നാട്ടുകാരുടെയും പള്ളിയിലുള്ള ആൾക്കാരൊക്കെ തന്ന് ജീവിച്ചു പോകുന്നു. മാസം തോറും 4000 രൂപയാണ് മരുന്നിന് മാത്രം ചെലവ്. ഇനിയൊരു ഓപ്പറേഷൻ കൂടി ചെയ്താൽ വീൽചെയറിലെങ്കിലും എഴുന്നേറ്റിരിക്കാൻ കഴിയും ബിജുവിന്. എന്നാൽ ഓപ്പറേഷന് 1.5 ലക്ഷം രൂപയാണ് ചെലവ്. ഇതിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് ബിജു. സഹായം എത്തിക്കാൻ താൽപര്യമുള്ളവർ 9848932521 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടുത്ത ജലദൗർലഭ്യത്തെ തുടർന്ന് കുടിവെള്ളം പാഴാക്കുന്നത് തടയാനുള്ള കർശന നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. രാവിലെ 5:30-നും 8:30-നും മധ്യേ കാർ കഴുകുന്നവരിൽ നിന്ന് 2000 രൂപ ഈടാക്കാനാണ് തീരുമാനം. കടുത്ത ജലദൗർലഭ്യത്തെ തുടർന്ന് വലയുകയാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതായതോടെയാണ് കർശന നടപടികളുമായി കോർപ്പറേഷനുകൾ രംഗത്തെത്തിയത്. രാവിലെ 5:30-നും 8:30-നും മധ്യേ കാർ കഴുകുന്നവരിൽ നിന്ന് 2000 രൂപ ഈടാക്കാനാണ് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീരുമാനം. ജല ഉപയോഗം കൂടുതലുള്ള സമയത്ത് ചെടികൾ നനയ്ക്കുന്നവർക്കും പിഴ നൽകേണ്ടി വരും. 8:30-ന് ശേഷം കാർ കഴുകുന്നവർ പൈപ്പ് ഉപയോഗിക്കരുതെന്നും കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബക്കറ്റിൽ വെള്ളമെടുത്ത് കാർ കഴുകണമെന്നാണ് നിർദ്ദേശം. രാവിലെ 5:30-നും 8:30-നും മധ്യേ കാർ കഴുകാനോ ചെടികൾ നനയ്ക്കാനോ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ചണ്ഡീഗഡ് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BK ധവാൻ പറഞ്ഞു. ജലം പാഴാക്കുന്നത് കണ്ടെത്താനും തടയാനും 10 സംഘങ്ങളെയാണ് കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. 3 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഓരോ സംഘവും. ജൂൺ 30 വരെ സംഘം പ്രവർത്തിക്കും. ഈ സംഘങ്ങൾക്കായിരിക്കും പിഴ ഈടാക്കാനുള്ള ചുമതല. പിഴ നൽകിയാൽ കാർ കഴുകാമെന്ന് കരുതണ്ട. അധികൃതരുടെ നിർദ്ദേശം ലംഘിക്കുന്നത് ആവർത്തിക്കുന്നവരുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കാനാണ് തീരുമാനം. മറ്റു കോർപ്പറേഷനുകളും കുടിവെള്ളം പാഴാക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്.